ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ അമ്മയ്ക്കും പെങ്ങൾക്കും വിളി ഒരു തുടർക്കഥയാകുകയാണ്. ഇതിപ്പോൾ ബ്ലസ്ലിയും ഡേസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. ഇവർ തമ്മിൽ ഇതിനു മുമ്പും നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നാൽ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള വാക്പോരിൽ വീട്ടിലിരിക്കുന്നവരെ അവിടേക്ക് വലിച്ചിരിക്കുന്നതിൽ ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നതല്ല. ഡേസിയുടെ കാര്യത്തിൽ ഇതിപ്പോൾ തുടരെ കണ്ടുവരുന്ന ഒന്നാണ്. എന്തു കാര്യമാണെങ്കിലും സ്വന്തം ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ വീട്ടുകാരെ വിളിച്ച് അധിക്ഷേപിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടോയ്ലറ്റിൽ യൂറിൻ ഡ്രോപ്പ് കണ്ടു എന്നതിനാണ്. ഡേസി എല്ലാവരെയും വിളിച്ച് കാണിക്കുകയും ഇതൊന്നും ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറയുകയും ഉണ്ടായി. അതിനിടയിൽ അതങ്ങ് കഴുകിക്കളഞ്ഞ ബ്ലസ്ലിക്ക് നേരെ കയർക്കുന്നതും കാണാം. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് ഇതേ ഡേസി ടോയ്ലറ്റിൽ അടിവസ്ത്രങ്ങൾ ഇട്ടിട്ട് പോകുകയും ചെയ്തു. ഇത് കണ്ട ബ്ലസ്ലി എല്ലാവരെയും വിളിച്ച് കാണിക്കുകയും ഇങ്ങനെ ഇട്ടിട്ട് പോകരുതെന്നും ഇതിപ്പോൾ ആദ്യത്തെ തവണ അല്ലെന്നും പറയുന്നു. എന്നാൽ കുറച്ച് യൂറിൻ ഡ്രോപ്പ് കണ്ടെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഡേസി തന്റെ അടിവസ്ത്രങ്ങൾ ടോയ്ലറ്റിൽ ഇട്ടേച്ചു പോയത് എല്ലാവരെയും വിളിച്ചു കാണിച്ചത് ഇഷ്ടപ്പെടാതെ വരികയും ബ്ലസ്ലിക്ക് നേരെ തിരിയുകയും ആയിരുന്നു. നീ നിന്റെ വീട്ടിൽ ഇങ്ങനെയാണോ മോനെ? നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും അടിവസ്ത്രങ്ങളൊക്കെ നാട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുക്കുവോ എന്നൊക്കെയുള്ള മോശമായ രീതിയിലുള്ള സംസാരം ഉണ്ടാകുകയും ചെയ്തു. ഇതിലിപ്പോൾ ബ്ലസ്ലി ചെയ്ത തെറ്റെന്താണ്? പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. ടോയ്ലറ്റിൽ കുറച്ച് യൂറിൻ ഡ്രോപ്പ് കണ്ടപ്പോൾ ഒന്നേൽ അത് ക്യാപ്റ്റനെ വിളിച്ച് പറയുകയോ അതങ്ങ് ക്ലീൻ ചെയ്തിട്ട് എല്ലാവരോടുമായി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ അതിനു പകരം എല്ലാവരെയും വിളിച്ച് കാണിക്കുകയും വാഷ് ചെയ്യാൻ ശ്രമിച്ച ബ്ലസ്ലിയോട് ചൂടാകുകയും ചെയ്ത ഡേസിക്ക് എന്ത് അധികാരമാണുള്ളത് ബ്ലസ്ലിക്ക് നേരെ കയർത്ത് സംസാരിക്കാൻ? അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയൊന്നും തന്റെ കാര്യത്തിൽ കാണിക്കാതെയും തന്റെ അടിവസ്ത്രങ്ങളൊക്കെ എവിടെ വേണേലും ഇടാം, അത് ചോദ്യം ചെയ്താൽ അവര് കുറ്റക്കാർ. അതെന്ത് ന്യായമാണ്? ബ്ലസ്ലി ചെയ്തത് മോശമാണെങ്കിൽ ഡേസി കാണിച്ചത് അതിലും മോശമായ കാര്യമല്ലേ? അടിവസ്ത്രങ്ങളൊക്കെ എല്ലാവരും കാണുന്നതാണ്. ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ വാഷ് ചെയ്ത് ഇടുന്നതും മാറിയിടാൻ കൊണ്ടുപോകുന്നതും എല്ലാം പ്രേക്ഷകർ കാണുന്നതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവരും. ഇതിപ്പോൾ ആരും കാണാത്ത കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലസ്ലി എല്ലാവരെയും വിളിച്ചു കാണിച്ചതിൽ എന്ത് മോശമാണ് ഉള്ളത്? യൂറിൻ ഡ്രോപ്പ് ചാടിക്കിടക്കുന്നത് ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആയിക്കൊള്ളട്ടെ, എല്ലാവരെയും വിളിച്ചു വരുത്തി കാണിക്കുന്നതും ആരാണെന്ന് പറയണമെന്ന് പറയുന്നതും അല്ലേ കുറച്ചുകൂടി മോശമായത്? എന്നാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ 2-3 പേരൊഴികെ എല്ലാവരും ഡേസിയുടെ ഭാഗത്തായിരുന്നു എന്ന് വേണം പറയാൻ. അതെന്താണ്? ആണുങ്ങൾക്ക് ഒരു ന്യായവും പെണ്ണുങ്ങൾക്ക് വേറൊരു ന്യായവുമാണോ? വിഷയം തന്നെ വേറൊരു തലത്തിലേക്ക് മാറി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു വുമൺ കാർഡ് ആക്കി മാറ്റുകയാണ്. ഇവരൊക്കെ എത്ര പുരോഗമനവാദം പറഞ്ഞാലും ഇക്വാലിറ്റി വേണമെന്നൊക്കെ വാദിക്കുന്നുണ്ടെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ വുമൺ കാർഡ് പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ പോലും അവസാനം കഴിഞ്ഞയാഴ്ച നടന്ന സംഭവവുമായി കണക്ട് ചെയ്ത് ബ്ലസ്ലിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കഴിഞ്ഞ ദിവസം ധന്യയുടെ ദേഹത്ത് വെള്ളമൊഴിച്ചുവെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ അങ്ങനെയൊക്കെ ചെയ്തുവെന്ന്. നോക്കണേ ഈ വിഷയം ഏതു രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന്. എന്തായാലും ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിന് ഒരു തീർച്ച ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യണം എന്നതുമാണ് ഓഷ്യാനിക് മീഡിയയുടെ അഭിപ്രായം. കാരണം ബിഗ് ബോസ് ഹൗസിൽ എന്ത് പ്രശ്നമുണ്ടായിക്കൊള്ളട്ടെ, അതിൽ വീട്ടിലിരിക്കുന്നവരെ വലിച്ചിടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ ഇങ്ങനെ വീട്ടിലുള്ളവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ഒരു നല്ല സന്ദേശം ആയിരിക്കില്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെതിരെ ലാലേട്ടൻ ശക്തമായ ഒരു താക്കീത് കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് പോകാൻ ഇടവരില്ലായിരുന്നു. എന്നാലും വരും ആഴ്ചയിൽ ലാലേട്ടൻ ഇതിനെ ചോദ്യം ചെയ്യുമെന്ന് കരുതാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും പുരോഗമനവാദം പറയുന്നവരുടെയും കോരക്കോരം ഇക്വാലിറ്റിയെക്കുറിച്ച് വാദിക്കുന്നവരുടെയും ഒക്കെ പൊയ്മുഖം പ്രേക്ഷകരുടെ മുന്നിൽ അഴിഞ്ഞു വീണു എന്ന് വേണം കരുതാൻ.